ജ്യോതിഷത്തിലെ 10ാമത്തെ നക്ഷത്രമാണ് മകം. ഇതിൻ്റെ അധിപൻ കേതുവാണ്. ദേവത എന്ന് പറയുന്നത് പിതൃക്കളുമാണ്. രാജകീയ പ്രൗഢിയും അധികാരത്തോടുള്ള സ്നേഹവും ഇഷ്ടവും അതോടൊപ്പം തന്നെ പാരമ്പര്യത്തോടും ജീവിക്കുന്ന സമൂഹത്തിൽ ലീഡർ ലെവലിലേക്ക് വളരണം എന്നാഗ്രഹിക്കുന്ന പ്രൗഢി, ജീവിക്കുന്ന സമൂഹത്തിനനുസരിച്ച് പ്രൗഢി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്രമാണ്. മകം പിറന്ന മങ്ക എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ മകം നക്ഷത്രത്തിൽ ജനിച്ചാൽ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുതലായിരിക്കും എന്നുള്ളത്. ശരീര അവയവം എന്ന് പറയുന്നത് മൂക്കാണ്, നാസികയാണ്. കേതുവിൻ്റെ നക്ഷത്രമായ മകത്തിൽ ലഗ്നം വരിക. പേരാലാണ് വൃക്ഷം. വളരെ വേഗത്തിൽ വളർന്ന് വിസ്തരിക്കുന്ന ഒരു വൃക്ഷമാണ് പേരാല്. മകത്തിൻ്റെ ഭോജ്യ വസ്തു എന്ന് പറയുന്നത് തിലാന്നമാണ്. തിലം എന്ന് പറയുന്നത് എള്ളാണ്. എള്ളും ഹവിസും കൂടെ, ചോറും കൂടെ ചേർത്തിട്ടുള്ളതാണ്. പിതൃക്രിയകൾക്ക് അത് ഉപയോഗിക്കും. അതുപോലെ തന്നെ പിതൃക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനാദി ഹോമങ്ങൾ, ഈ അനാദി മന്ത്രം കൊണ്ടുള്ള ഹോമങ്ങൾ, അതുപോലെ തന്നെ പിതൃക്രിയകൾക്കുള്ള ചില ഹോമങ്ങൾക്കൊക്കെ ഈ തിലാന്നമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മകം നക്ഷത്രത്തിൽ പിറന്നവർ ഉറപ്പായിട്ടും പിതൃപ്രീതി വരുത്തണം. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിതൃക്കൾക്ക് പൂജ കഴിക്കരുത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊന്നുമില്ല. അച്ഛനും അമ്മയും ജീവിച്ചിരുന്നാലും 7 തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് പിതൃക്രിയകൾ നടത്തുന്നത്. അത് ആ പിതൃക്രിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിതൃക്രിയ. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നോക്കുക. അതോടൊപ്പം തന്നെ മരിച്ചു പോയിട്ടുള്ള 7 തലമുറയുമായി ബന്ധപ്പെട്ടിട്ട് അമ്മ വഴിയോ അച്ഛൻ വഴിയും അറിഞ്ഞോ അറിയാതെയോ കിടക്കുന്ന സർവ്വ പിതൃക്കൾക്കും വേണ്ടിയിട്ടുള്ള ഓഫറിങ് പിതൃക്രിയകൾ നിങ്ങൾ അനുഷ്ഠിക്കണം.